ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ഉന്നക്കായ ആയിട്ടാണ്. അപ്പോൾ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ നമ്മൾ അധികം പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ പഴം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ സ്റ്റീം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒരു പിടി കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച എഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഉന്നക്കായ ഓരോന്നും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ഉന്നക്കായെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഗ് മിക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ കണ്ണൂർ സ്റ്റൈലാകുമ്പോൾ ഇവിടെ അധികവും ഈ ഒരു എഗ് മിക്സ് തന്നെയാണ് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.